വർഷത്തിൽ 6 മാസത്തോളം മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന പ്രദേശമാണ് കാശ്മീരിലെ സോനാമർഗ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് ജാമിയ മസ്ജിദ്. ഇക്കഴിഞ്ഞ ഡിസംബറിലെ കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് കാശ്മീരിൽ കുടുങ്ങിപ്പോയ സഞ്ചാരികൾക്ക് തുണയായ വാർത്ത പുറത്തു വന്നതോടെയാണ് സോനാമർഗിലെ ജാമിയ മസ്ജിദിനെ കുറിച്ചും പ്രദേശവാസികളുടെ സ്നേഹത്തെക്കുറിച്ചും പുറംലോകം അറിയുന്നത്. പഞ്ചാബിൽ നിന്നുള്ള 1/2 ഡസനോളം പേർക്കാണ് പള്ളി തുണയായത്. സോനാമർഗിൽ നിന്ന് തിരികെ വരികയായിരുന്നു സഞ്ചാരികൾ. ഇതിനിടെ വാഹനം കേടാവുകയായിരുന്നു. സമീപത്തൊന്നും ഹോട്ടലുകളും ഉണ്ടായിരുന്നില്ല. അടുത്തുള്ള വീടുകളാകട്ടെ അവരെ സ്വീകരിക്കാൻ കഴിയാത്ത വിധം തീരെ ചെറിയതുമായിരുന്നു. തുടർന്നാണ് ഗുന്ത് നിവാസികൾ ജാമിയ മസ്ജിദിന്റെ വാതിൽ തങ്ങളുടെ അതിഥികൾക്കായി തുറന്നു നൽകിയത്. ആ ശനിയാഴ്ച ദിവസം രാത്രി അവർ പള്ളിയിൽ സുരക്ഷിതരായി തങ്ങി. ഒപ്പം വിഭവസമൃദ്ധമായ ഭക്ഷണവും കഴിച്ചു. വളരെ മുൻഭാഗത്തുള്ളൊരു കാഴ്ചയാണത്. ഫുള്ള് സ്നോയിൽ മുങ്ങി നിൽക്കുകയാണ്. പക്ഷെ വളരെ ഉൾഭാഗത്തേക്ക് ഒന്ന് കയറി നോക്കട്ടെ. പള്ളിയുടെ ഉൾഭാഗത്ത് തണുപ്പിന്റെ കാഠിന്യം കുറക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചെറിയ ചൂടൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന രാജേഷേട്ടനെയും അവിടെയുള്ളവർ പള്ളിയിലേക്ക് ക്ഷണിച്ചിരുന്നു. കനത്ത മഞ്ഞുവീഴ്ചയുണ്ടാകുമ്പോൾ ജാമിയ മസ്ജിദ് സഞ്ചാരികൾക്ക് ഒരാശ്വാസമാണ്. മഞ്ഞുവീഴ്ച കാരണം 3-4 ചെറിയ ടീ ഷോപ്പുകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചിട്ടുള്ളത്. 12 രൂപ മാത്രമാണ് ഇവിടെ ചായക്ക് വില ഈടാക്കുന്നത്.